തഅല്ലം ഫലൈസൽ മർഉ യൂലദു ആലിമൻ. നന്നായി നിങ്ങൾ ദീനു പഠിക്കണം. ഒരാളും ആലിമായി അറിവുള്ളവനായി ജനിക്കുന്നില്ല. മതപരമായ അറിവുള്ളവനായിട്ട് ആരും ജനിക്കുന്നില്ല. ഇമാം ബുഖാരി ആകട്ടെ, ഇമാം മുസ്ലിം ആകട്ടെ, അബൂദാവൂദ് ആകട്ടെ, നസായി ആകട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ആകട്ടെ, അവരാരും ആലിമീങ്ങളായിട്ട് ജനിച്ചവരല്ല. വലൈസ അഖു ഇൽമിൻ കമൻ ഹുവ ജാഹിലു. ഒരിക്കലും ഒരു ആലിമിനെ പോലെ ജാഹിലിന് ആകാനും കഴിയുകയില്ല. ഇൽമുള്ളവനെ പോലെ ഒരിക്കലും ഒരു ജാഹിൽ ആയിത്തീരുകയും ചെയ്യുകയില്ല. ജഹലി എന്നുള്ളത് രോഗമാണ്. ആ രോഗം നമുക്കുണ്ടോ, നമ്മളത് ചികിത്സിച്ചേ മതിയാകും. അൽ ഇൽമു സ്വയ്ദുൻ, അറിവ് നേടൽ സ്വയ്ദ്, വേട്ടയാണ്. ഒരു വേട്ടയാടുന്നത് പോലെയാണ് അറിവ് നേടുന്ന പ്രക്രിയ. വൽ കിതാബത്തു ഖൈദുഹു, അറിവിനെ കെട്ടിയിടൽ പേന കൊണ്ടാണ്, എഴുത്തുകൊണ്ടാണ്. അറിവ് ഒരാൾക്ക് അയാളുടെ കൂടെ നിൽക്കണോ, കിതാബത്ത് വേണം, എഴുത്തു വേണം. എഴുതാതെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇൽമു നിൽക്കൂല, ഇൽമു ഓടിപ്പോകും. യഫിറു, അവനിൽ നിന്ന് വരണ്ടോടും. അപ്പോ അറിവിന്റെ കയർ അതിനെ കെട്ടിയിടേണ്ടത് കിതാബത്ത് കൊണ്ടാണ്, എഴുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഉറപ്പുള്ള കയറുകൊണ്ട് നിങ്ങൾ അറിവിനെ കെട്ടിയിടുക. ഫമിനൽ ഹമാഖത്തി അൻ തസീദ ഗസാലതൻ വതത്റുഖഹാ കൈഫൽ ഖലാഇകി താലിഖ. അഥവാ വേട്ടക്ക് പോയിട്ടൊരു മാനിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആൾക്കൂട്ടത്തിൽ അതിനെ വിട്ടാൽ അതതിന്റെ വഴിക്ക് പോകും. അതുപോലെയുള്ള വിഡ്ഢിത്തമാണ് വിജ്ഞാനത്തിന്റെ സദസ്സിൽ എഴുത്തില്ലാതെ പേനയില്ലാതെ ഇരിക്കുക എന്നുള്ളത്. നമ്മൾ എഴുതാതെ പുസ്തകമില്ലാതെ ക്ലാസ്സിൽ ഇരിക്കുക, ഒരു ഇൽമു പഠിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വേട്ടയാടി കൊണ്ടുവന്ന മൃഗത്തെ അങ്ങാടിയിൽ തുറന്നു വിടുന്നത് പോലെയാണ്. അത് അതിന്റെ വഴിക്ക് പോകും. നമ്മൾ ആ സമയം ചെലവഴിച്ചു, അധ്വാനിച്ചു എന്നതല്ലാതെ അറിവ് നമ്മുടെ കൂടെ നിൽക്കുകയില്ല.